അതുപോലെ അമൂലിന്റെ മിൽമയുടെ ഒക്കെ ഫ്ലേവേർഡ് മിൽക്ക് വരുന്നതല്ലോ, നേരത്തെ തന്നെ കുടിക്കാൻ പാകത്തിലുണ്ട്. അതേപോലെ തന്നെ തേങ്ങാപ്പാൽ നമുക്ക് കുടിക്കാവുന്ന തരത്തിൽ നേർപ്പിച്ച്, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതേപോലെ കുടിക്കാൻ പറ്റില്ല, നമുക്ക് ദഹനത്തിന് പ്രശ്നമുണ്ട്, പെട്ടെന്ന് ദഹിക്കില്ല. അപ്പോൾ കുടിക്കാവുന്ന തരത്തിൽ വെള്ളമൊക്കെ നേർപ്പിച്ച് ഫ്ലേവർ ചേർത്ത് ഗ്ലാസ് ബോട്ടിലുകളിലാക്കി ഇതേപോലെ പാക്ക് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും. അതുപോലെ തന്നെ ടെട്രാ പാക്കിലാക്കാം, അതുപോലെ പൗച്ചുകളിലും ഒക്കെ ഫ്ലേവേർഡ് മിൽക്ക് നമുക്കൊരു ഡ്രിങ്ക് പോലെ ബിവറേജ് പോലെ കുടിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപോലെ ക്രീം, കോക്കനട്ട് മിൽക്ക് ക്രീം എന്ന് പറഞ്ഞാൽ തേങ്ങാ പാല് തന്നെ കട്ടിയുള്ള തേങ്ങാപ്പാല്, അതായത് കൊഴുപ്പ്, അതിന്റെ ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും, കട്ടി കൂടുതലായിരിക്കും അതിന്. അപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാല് കറികളിൽ ചേർക്കാനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ വീടുകളിൽ കറികളിൽ അല്ലെങ്കിൽ ബേക്കറികളിലൊക്കെ സ്വീറ്റ്സോ കൺഫെക്ഷനറികളൊക്കെ ഉണ്ടാക്കാനും തേങ്ങാപ്പാൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സ്പ്രേ ഡ്രൈഡ് കോക്കനട്ട് മിൽക്ക് പൗഡർ, സ്പ്രേ ഡ്രൈഡ് തേങ്ങാപ്പാൽ പൊടി. സ്പ്രേ ഡ്രൈയിങ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് തേങ്ങാപ്പാൽ സഞ്ചരിക്കുന്നത്. അത് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പൊ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതിനകത്ത് വെള്ളമുണ്ട്, പിന്നെ കുറച്ച് ഖരപദാർത്ഥങ്ങളും കാണും, അലിഞ്ഞു ചേർന്നിരിക്കുന്ന സോളിഡ്സ് ഉണ്ടാകും. അപ്പൊ ഈ വെള്ളം മാറ്റിയാൽ നമുക്ക് ആ സോളിഡ്സ് കിട്ടും. അപ്പൊ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈർപ്പം മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്പ്രേ ഡ്രൈയിങ് എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്പ്രേ ഡ്രയർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് തേങ്ങാപ്പാൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഓരോ ഡ്രോപ്പിൽ നിന്നുള്ള വെള്ളം അതിനകത്ത് അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഖരവസ്തുവിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. അതൊരു പൗഡർ ഫോമിൽ കിട്ടും നമുക്ക്. പിന്നീട് പാൽപ്പൊടിയിൽ വെള്ളം ചേർത്താൽ വീണ്ടും തേങ്ങാപ്പാലായിട്ട് മാറും. അതാണ് തേങ്ങാപ്പാൽപ്പൊടി. തേങ്ങാപ്പൊടിയും വ്യത്യാസമുണ്ട്. തേങ്ങാപ്പൊടി എന്ന് പറഞ്ഞാൽ കാമ്പ് പൊടിച്ച് ഉണക്കുന്നതിനാണ്. പാൽപ്പൊടി എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലിനെ സ്പ്രേ ഡ്രൈ ചെയ്ത് പൊടിയാക്കുന്നതാണ്. തേങ്ങാപ്പാൽപ്പൊടിയിൽ വെള്ളം ചേർത്താൽ തേങ്ങാപ്പാലായിട്ട് മാറും. തേങ്ങാപ്പാലിന്റെ പകരമാണ് ഉപയോഗിക്കുന്നത്. ഒരു വർഷം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും തേങ്ങാപ്പാൽപ്പൊടി. ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ കാമ്പ് പൊടിച്ച് ഉണക്കിയെടുക്കുന്നതിനാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്ന് പറയുന്നത്. നമുക്കൊരു 10 തേങ്ങയിൽ 1 കിലോ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടും. നമ്മൾ 10 തേങ്ങ എന്ന് പറയുമ്പോൾ ഏകദേശം 20 കിലോ കാണും അതിന്റെ കാമ്പ്, അല്ലേ? അത് ഉണക്കിയാൽ എത്ര? അതിന്റെ പകുതിയാവും, 10 കിലോ. ഇങ്ങനെയാണ് കിട്ടുന്നത്. അത് ബാക്കി ഈർപ്പം പോകും. അപ്പൊ അത്രയാണ് അതിന്റെ ഈൽഡ് എന്ന് പറയുന്നത്. 10 തേങ്ങ 2 കിലോ 20 അല്ല 2 കിലോ 3 തേങ്ങയുടെ കണക്കാ പറഞ്ഞത്. 2 കിലോ കാമ്പും 1 കിലോ യൂസിങ്. അടുത്തത് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറഞ്ഞിരുന്ന കാര്യമില്ല. കൊപ്ര ആക്കും. കൊപ്രയുടെ ഈർപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊപ്രയുടെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എണ്ണയുടെ ക്വാളിറ്റിയെ ബാധിക്കും. അപ്പോൾ വളരെ രീതിയിൽ കൊപ്ര ഉണ്ടാക്കുക, കൊപ്ര നമ്മൾ മാറ്റി എണ്ണ ഉണ്ടാക്കുക. അപ്പോൾ കൊപ്ര എക്സ്പെല്ലറിന്റെ സഹായത്തോടെ നമ്മൾ പ്രസ് ചെയ്ത് എണ്ണ എടുക്കും. കോക്കനട്ട് ചിപ്സ് കഴിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കോക്കനട്ട് ചിപ്സ് കഴിച്ചിട്ടുണ്ട്? എങ്ങനെയുണ്ട്? നല്ലതാണ് അല്ലേ? ചിപ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചിപ്സ് എന്ന് കേൾക്കുമ്പോൾ എന്തോ പെട്ടെന്ന് നമുക്ക് ഏതൊക്കെയോ ബനാന ചിപ്സ് ആണ് നമുക്ക് മനസ്സിൽ വരുന്നത്. അപ്പൊ ചിപ്സ് എന്ന് കേൾക്കുമ്പോൾ ബനാന ചിപ്സ് ആണെങ്കിലും പൊട്ടറ്റോ ചിപ്സ് ആണെങ്കിലും എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നത് എന്നുള്ളൊരു ചിന്തയല്ലേ നമുക്ക് വരുന്നത്. പക്ഷെ തേങ്ങാ ചിപ്സ് അങ്ങനെയല്ല. നാളികേരത്തിന്റെ ചിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിന്റെ പ്രോസസ്സിങ് പറഞ്ഞു തരും. അപ്പോൾ അത് ഡ്രയറിന്റെ സഹായത്തോടെ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല കയ്യൊരുപ്പോടെ നമുക്ക് ചിപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന്റെ ഈൽഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ 10 നാളികേരത്തിൽ നിന്ന് 1 കിലോയാണ് ചിപ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അടുത്തത് നമുക്ക് കേരളത്തിൽ നിന്ന് ഇപ്പോൾ വളരെയധികം വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന, പ്രത്യേകിച്ച് മലയാളികളുള്ളിടത്തേക്ക്, യൂറോപ്പ് ആണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്കാണെങ്കിലും മലയാളികൾ ഉള്ളിടത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഫ്രോസൺ കോക്കനട്ട് എന്ന് പറയുന്നത്, ഗ്രേറ്റഡ് കോക്കനട്ട്. നമ്മുടെ ഇവിടെ തേങ്ങയുണ്ട്, നമുക്കറിയാം. നമുക്ക്